എത്തിക്കൽ ഹാക്കിംഗ് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ഫോണിന്റെ ക്യാമറ എങ്ങനെ ഹാക്ക് ചെയ്യാം. ഫിഷിംഗ് അറ്റാക്കിലൂടെ സ്മാർട്ട് ഫോണിന്റെ ക്യാമറ എങ്ങനെ ഹാക്ക് ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് ഒരു ടൂളിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി മോസില്ല ഫയർഫോക്സിനകത്ത് പോവുക. ഫയർഫോക്സിനകത്ത് പോയിട്ട് ക്യാം ഫിഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാം ഫിഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ക്യാം ഫിഷ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം ആദ്യം വരുന്ന ലിങ്ക് കാണാൻ പറ്റും ഗിറ്റ് ഹബിന്റെ ടെക്സ്റ്റ് നെറ്റ് ക്യാം ഫിഷ് ഗ്രാബ് ക്യാം ഷോട്ട്സ് ഫ്രം ടാർഗറ്റ് ഫോൺ. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തിട്ട് ടെർമിനൽ എടുക്കുക. ടെർമിനൽ എടുത്തിട്ട് ഞാൻ ഈ ഒരു ക്യാംഫിഷ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ഡെസ്ക്ടോപ്പിലാണ്. അതുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി CD ഡെസ്ക്ടോപ്പ് കൊടുക്കാം. അതായത് ചേഞ്ച് ഡയറക്ടറി ഡെസ്ക്ടോപ്പ്. ഇപ്പൊ ഡെസ്ക്ടോപ്പിനുള്ളിലാണ് നിൽക്കുന്നത്. ഇനി ആ ഒരു ഗിറ്റ് ഹബ് സോഴ്സിൽ നിന്ന് അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് എന്റെ സിസ്റ്റത്തിന് അത് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗിറ്റ് ക്ലോൺ. ഗിറ്റ് ക്ലോൺ എന്ന് കൊടുക്കുക. ഗിറ്റ് ക്ലോൺ എന്ന് കൊടുത്തിട്ട് മുമ്പേ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യും. അതായത് മുമ്പേ കോപ്പി ചെയ്തെടുത്തത് അതിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി LS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെസ്ക്ടോപ്പിനകത്ത് ക്യാംഫിഷ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട്, അതായത് ഒരു ഡയറക്ടറി ഉണ്ട്. അതിനുള്ളിലോട്ട് പോകണം. അതിനുവേണ്ടി CD ക്യാംഫിഷ് എന്ന് കൊടുക്കാം. LS കൊടുത്ത് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും camfish.sh. അപ്പൊ ഇതായിരിക്കും മെയിൻ ഫയൽ. കാരണം ഇതിനാണ് ക്യാംഫിഷ് എന്നുള്ള പേര് വന്നേക്കുന്നത്. അപ്പം ഇതൊരു SH ആയതുകൊണ്ട് തന്നെ ബാഷ് ലാംഗ്വേജ് വെച്ച് റിട്ടേൺ ചെയ്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ബാഷ് ലാംഗ്വേജ് വെച്ചിട്ട് വിളിക്കണം. അതിനുവേണ്ടി ബാഷ് camfish.sh ബാഷ് camfish.sh എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റൺ ആയി. അതായത് ക്യാംഫിഷ് ടൂള് ഇവിടെ റൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിക്കുന്നത് N0ക്ക് വേണോ സെർവിയോ.നെറ്റ് വേണമെന്നാണ്. ഞാൻ ഇവിടെ 2 കൊടുക്കുകയാണ്. സെർവിയോ.നെറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ചോദിക്കുന്നത് ഫെസ്റ്റിവൽ വിഷിംഗ് ആണോ അതോ ലൈവ് യൂട്യൂബ് TV ഓൺലൈൻ മീറ്റിംഗ്. ഞാനിവിടെ ലൈവ് ഫെസ്റ്റിവൽ വിഷിംഗ് ആണ്. 1 കൊടുത്തു. എന്റെ ഫെസ്റ്റിവൽ നെയിം ഞാൻ ഓണം കൊടുത്തു. എൻ്റർ കൊടുത്തു. സബ് ഡൊമൈൻ വേണോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നോ കൊടുത്തു. N കൊടുത്തു. അപ്പൊ സ്റ്റാർട്ടിംഗ് സെർവർ ഒരു ലിങ്ക് കിട്ടും. ആ ഒരു ലിങ്ക് നമ്മുടെ ടാർഗറ്റ് ആളിന് അയച്ചു കൊടുക്കുമ്പോൾ ആ ഒരാള് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് കയറുമ്പോൾ അവിടെ ഹാപ്പി ഓണം എന്ന് പറഞ്ഞ ഒരു പേജ് വരും. അതിൽ ഒരു ഒരു അലോ എന്ന് പറഞ്ഞ ഒരു പോപ്പപ്പിനെ വരും. അലോ എന്ന് പറഞ്ഞ ഒരു വരും. അലോ എന്ന് ചോദിക്കും അതിനകത്ത് ആ ഒരു പേജിൽ കയറാൻ നേരത്ത്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അലോ കൊടുക്കുവാണെങ്കിൽ ആ ഒരാളുടെ ഫോട്ടോസ് എന്റെ കാരീനസ് മെഷീനിൽ എനിക്ക് കിട്ടും. അതെങ്ങനെയാ നോക്കാം. അപ്പൊ ഈ ഒരു ലിങ്ക് ഇനി എന്റെ സ്മാർട്ട് ഫോണിൽ പോയിട്ട് ഞാനിത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ആ ഒരു ലിങ്ക് എൻ്റെ സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. ശ്രീരാജ് എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പോപ്പപ്പിനെ വരും അലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വിഷിംഗ് യു എ വെരി ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാം ഫയൽ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ക്യാം ഫയൽ നമുക്ക് കിട്ടിയ ആ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാം ഫയൽ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി Ctrl+C കൊടുക്കാം. Ctrl+C കൊടുക്കുക. അപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്റെ ക്യാമറയിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ് ഒക്കെ ഒന്ന് പോയി നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിത് മിനിമൈസ് ചെയ്തിടുകയാണ്. ഇത് മിനിമൈസ് ചെയ്തിട്ടു. ഇനി നമുക്ക് ക്യാംഫിഷ് എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിൽ പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 ഫോട്ടോസ്. ഇതെന്റെ തലയുടെ ഭാഗമാണ്. ഓക്കെ, എന്റെ തലമുടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതേപോലെ 3 ഫോട്ടോസ് ഉണ്ട്. ഇത് എന്റെ സെൽഫി ക്യാമറയിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, സെൽഫി ക്യാമറയിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്ത ഫോട്ടോസ് ആണ്. എന്നിട്ട് ആ ഒരു ഫോട്ടോസ് എനിക്ക് എന്റെ കാലിനസ് മെഷീനിൽ
കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഒരാളുടെ ഫിഷിംഗ് അറ്റാക്ക് വഴി ഒരാളുടെ ക്യാമറ ഹാക്ക് ചെയ്യുന്നത്. ഓക്കെ.